ഹായ്. ഓക്കെ. ഞാനിപ്പം വീഡിയോസും അങ്ങനെ നമ്മുടെ കമൻസും കാര്യങ്ങളും അങ്ങനെയൊന്നും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഓക്കെ. പക്ഷേ കുറേ കാര്യങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. വീഡിയോ സീരീസാണ്. അപ്പോൾ പല വീഡിയോസ് ഉണ്ടാക്കാനുള്ളൊരു പ്ലാനിലിരിക്കുക. നമ്മുടെ ടൈം കിട്ടുന്നതനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതിൽ. അപ്പോൾ ഇന്നിപ്പം എനിക്ക് പ്രത്യേകിച്ച് ഞാനിത് ഇപ്പോഴല്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള രീതിയിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇന്നിപ്പം നമ്മുടെ ഒരു ഇൻഫ്ലുവൻസർ അല്ല, നമ്മുടെ എന്താ പറയുക, ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആളുകളെല്ലാവരും പൊക്കിയെടുത്തുകൊണ്ട് നടന്ന ഒരു ആൾ. എനിക്ക് അതിൻ്റെ പേര് പറഞ്ഞു തന്നെ പുള്ളിക്കാരനെ വലുതാക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പം കോഴിക്കോട് വെച്ച് പുള്ളി സംസാരിച്ച ഒരു വാക്ക്, നമ്മൾ ഉൾപ്പെടെ ഉള്ള ഒരുപാട് പേര്, ഒരുപാട് ബിസിനസ്സുകാർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ജോലി സാധ്യതകൾ കൊണ്ടുവരികയും അവരെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെല്ലാം. അപ്പോൾ അവരെല്ലാം ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച്, ഇതൊന്നും എനിക്ക് മീഡിയയിൽ ആ വാക്കുകളും പല കാര്യങ്ങളും ഉപയോഗിക്കാനൊന്നും ഒരു താല്പര്യമില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളി ഇത് പല പ്രാവശ്യം പല സ്റ്റേജുകളിലും പല വീഡിയോസിലും കാര്യങ്ങളിലെല്ലാം പറയുമ്പോഴും എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് മനസ്സിലുണ്ടാവും. ബിക്കോസ് നമ്മുടെ ബിസിനസ്സിന് നമുക്ക് അങ്ങനെ ആരെയും പറയേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ കേട്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള വിഷമം പിന്നെയും തോന്നി. അപ്പം അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ബിസിനസ്സുകാരെല്ലാവരും അവർ ബിസിനസ് മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്നത് പോലെയല്ല ബിസിനസ് ലൈഫ് അല്ലെങ്കിൽ കൊണ്ടുപോകേണ്ടത്. നമ്മുടെ ഫാമിലി ലൈഫും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ച് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്താണ് ഒരു ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ കസ്റ്റമേഴ്സിനെ പോയിട്ട് ദേഷ്യപ്പെടുകയും അല്ലെങ്കിൽ അവരെടുത്ത് ഇന്നത് വേണമെന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്ത് നിൽക്കുകയും എന്ന് പറയുന്നതൊന്നും അതൊരു കസ്റ്റമർ സർവീസ് അല്ല. ഞാനൊരു സർവീസ് ബേസ്ഡ് ഇൻഡസ്ട്രിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. അത് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ബിസിനസ്സുകാരെ മൊത്തം ഇങ്ങനെ പറയുമ്പം ഉണ്ടാകുന്ന വിഷമം ഭയങ്കര കൂടുതലാണ്. എന്തായാലും കോഴിക്കോടുള്ള ബിസിനസ്സുകാരുടെ അടുത്ത് ഒത്തിരി സ്നേഹമുണ്ട്. അവർ പറഞ്ഞതും അല്ലെങ്കിൽ അത് റിയാക്ട് ചെയ്തതും അവരുടെ ഉള്ളിൽ തട്ടിയിട്ടാണെന്നുള്ളതും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ദയവ് ചെയ്ത് ഇങ്ങനെ ഈ മോട്ടിവേഷണൽ സ്പീക്കിംഗ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെ ആളുകളെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുകയും പറയുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക. ആൻഡ് കുറേ കൂടെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പം കുറേ ബിസിനസ്സുകാരുടെ സ്ട്രഗിളും കാര്യങ്ങളും അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പുറകിൽ പല ആളുകളും എന്ന് തോന്നുന്നുണ്ട്. നമുക്കെന്തായാലും നമ്മുടെ ടോപ്പിക് എനിക്ക് ഒരുപാട് ഇതുണ്ട്. ഒരുപാട് എൻക്വയറി പല ആളുകളും പല കാര്യങ്ങളും എൻ്റെ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് IT ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ആണെങ്കിലും വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ആണെങ്കിലും അതേപോലെ തന്നെ കസ്റ്റം മെയ്ഡ് സോഫ്റ്റ്വെയർസ് സൊല്യൂഷൻസ് കാണാനൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് പേര് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. സോ അവരിലുള്ള ചെറിയ ചെറിയ സംശയങ്ങൾ പല വീഡിയോസിലായിട്ട് തീർക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പം ഡൗട്ട് ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ. അതുപോലെ നമുക്കൊരു പ്രോസസ്സ് അടുത്ത വീഡിയോകളിലൂടെ നമുക്ക് കാണാം. ബൈ.